എടുക്കേട്ടാ 2.5 കിലോ മത്തി 100 രൂപ. 2.5 കിലോ വാചാടാ 1.5 കിളിമയുണ്ട്, അയിലുണ്ട്, ചൂരയുണ്ട്, മത്തിയുണ്ട്. വായടാ വാ വായടാ എടുക്കേ. ചേട്ടാ ഒരു മീൻ തരുവോ? ഒരു മത്തി എന്നാ ഉണ്ടാക്കാനാണ്? അത് പിന്നെ ചേട്ടാ എന്തിന്? പൂച്ചയ്ക്ക് കൊടുക്കാനാ. ഒരു മീൻ എടുത്തോ. ഒരു മീൻ എടുക്കാൻ പറഞ്ഞു. ഇതൊരു മീനല്ലയോ? ഇതൊരു മീനല്ലയോ? അതെ, ഒരു മീനല്ലേ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഒരു മീൻ എടുത്തു. ഇത് പിന്നെ എന്താ മീനല്ലയോ? അയ്യോടിയേ പോടാ, എന്നെ കണ്ടുപോലെ പോ. ഒരു കൊച്ചു മത്തി എടുക്കാൻ പറഞ്ഞപ്പോ അവൻ ഒരു മുട്ടക്കാട്ടും ചൂരയും കൊണ്ടവൻ. മത്തിയുണ്ട്, ചൂരയുണ്ട്. ചൂര എങ്ങനെ വില? 260. പറഞ്ഞ അയ്യോ സീഡിയോ? CD 200. 200? 200. മത്തിയുണ്ട് കേട്ടോ. മത്തി വേണ്ട. കൊഞ്ചുണ്ട്. ചേട്ടാ കൊഞ്ചെങ്ങനെ വില? കൊഞ്ച് 400 രൂപ കിലോ. അയ്യോ ഭയങ്കര വിലയായി പോയത്. മത്തി എടുക്കട്ടെ? മത്തി വേണ്ട. ചേട്ടാ ചൂര മതി കേട്ടോ. ചേട്ടാ ഈ നാടൻ മത്തി ഉണ്ട്, 1 കിലോ എടുക്കട്ടെ? വേണ്ട ചൂര മതി. ചൂര എടുത്തു. ചേട്ടാ 1 മിനിറ്റ് പുറത്തു പറയാമോ? അയാളുടെ ഇന്നലത്തെ മീൻ നല്ല മീനാണല്ലോ കൊടുത്തത്. ഇനി തല്ലാൻ വല്ലോ ആണോ എന്താന്നറിയില്ല. എന്നാ ചേട്ടാ മീൻ വെട്ടി തരുമോ? പിന്നെ വെട്ടി തരാം. മതി ചേട്ടാ. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും എവിടെ കിട്ടും ചേട്ടാ? അയ്യോ മുളക് പൊടി മല്ലിപ്പൊടി കുടംപുളിയും വാങ്ങിക്കണേ. മുളക് പൊടി മല്ലിപ്പൊടി എപ്പോഴാ? എടാ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ വറുത്തറിയണം. തേങ്ങ കൊണ്ട് വെള്ളമല്ല, വറുത്തരച്ച്. അപ്പൊ ഉപ്പ് എപ്പോഴാ ഇടുന്നത്? അപ്പൊ നിനക്ക് അതറിയത്തില്ലേ? ഇല്ല. അപ്പൊ വീട്ടിൽ ഭാര്യയില്ലേ? വീട്ടിൽ ഭാര്യയില്ല, അതുകൊണ്ടല്ലേ. മീൻകറി കൂട്ടണം, വെണ്ണുമ്പുളയും വീട്ടിലില്ല. നീ ഒരു പണിയേ, 500 രൂപയും കിട്ടുക. അതിന് എടാ ഞാൻ ഈ ചൂര കറി വെച്ച് എന്റെ ഭാര്യയുടെ കൊടുത്തു വിടാന്ന്. കൊടുത്തു ഭാര്യ. അത് കൊള്ളാലോ. നേരത്തെ പൈസ തരാം. ഇത് നേരത്തെ പറയണ്ടേ? 500 രൂപ അപ്പം ഭാര്യയെ കൊടുത്തു വിടുമല്ലോ. കൊടുത്തോളൂ. അതെ ചേട്ടാ, ഭാര്യയെ നാളെ രാവിലെ വിടത്തുള്ളൂ, അതുപോലെ. അത് മതി.